ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ അത് കണ്ടില്ല എന്ന് എല്ലാവരും ഒന്നിച്ച് പറയുന്നു. അതിനുശേഷം ഈ ഇൻസിഡന്റ് പലരും കാണുന്നു. പക്ഷെ അതിനൊരു എന്നിട്ടും നമ്മളത് ഇല്ല എന്ന് പറയുന്നില്ല, നമ്മൾ കണ്ടില്ല. ബാക്കി നിങ്ങളിൽ ആരെങ്കിലും. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അവസാനം അറ്റ് ലാസ്റ്റ് ഏഷ്യാനെറ്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ പറയുന്ന അനുമോൾ കണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഏഷ്യാനെറ്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളിലേക്ക് ഞാൻ അങ്ങ് തള്ളിയതായിരിക്കുന്നു. കുറച്ചുപേര് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ കണ്ടത്. ഇന്റർവ്യൂ മറ്റൊന്നുമല്ല, അഭിലാഷുമായി കൊടുത്ത ഇന്റർവ്യൂ. നമ്മുടെ അറിയാം, എല്ലാ കണ്ടസ്റ്റൻസ് പുറത്താകുന്നവരെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ തന്നെയാണ് ആ ഒരു മാഡം. അതായത് എനിക്ക് തോന്നുന്നു മറ്റേ ഫുഡ് ബ്ലോഗറായ ഹംഗ്രി മൃണാളില്ലേ, ആ പുള്ളിയുടെ വൈഫാണെന്ന് പറയപ്പെടുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന എന്താണ്, വരുന്ന കണ്ടസ്റ്റൻസിലെല്ലാം അവരുടെ വായടപ്പിച്ചുകൊണ്ട് അവർക്ക് ചുട്ട ചോദ്യങ്ങൾ കൊടുക്കുകയും അവർക്ക് പിന്നെ ഉത്തരങ്ങളില്ലാതെ ഒക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഇന്റർവ്യൂർ ആണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ ക്രൂ മെമ്പറിൽ ഒരാൾ കൂടിയാണ് അത്, ഈ പറയുന്ന സ്ത്രീ. അപ്പോ ഇന്നലെ ഇന്നലെ മെനിയാണെന്തോ അഭിലാഷ് പുറത്താക്കിയപ്പോൾ അഭിലാഷുമായിട്ടുള്ള ഇന്റർവ്യൂ, സത്യം പറഞ്ഞാൽ അഭിലാഷിന് നമുക്ക് ഒരു ഫാക്ടർ. അഭിലാഷ് സൂപ്പറായിട്ട് ഇത്രയും ഇന്റർവ്യൂകളിൽ ഈ പറയുന്ന ഇന്റർവ്യൂവർ ഒന്ന് താഴ്ന്നു പോയത്, അല്ലെങ്കിൽ ഇന്റർവ്യൂവർക്ക് മേളിൽ ഒരു മേൽക്കൈ നേടാൻ സാധിച്ചത് അഭിലാഷിന് മാത്രമാണ്. ഇന്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയും തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്റർവ്യൂവർ മാറിപ്പോയ ഒരേ ഇന്റർവ്യൂ അഭിലാഷിന്റെ ഇന്റർവ്യൂ ആണ്. അഭിലാഷിന്റെ ആ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, ഇതേ ഒരു നിലപാടാണ്, ഇതേ ഒരു സംസാരിക്കാനുള്ള കഴിവ്, തിരിച്ചു പറയാനുള്ള കഴിവ്, ഇതൊക്കെ ബിഗ് ബോസിനകത്ത് എടുത്തിരുന്നു എങ്കിൽ അഭിലാഷ് ഇവിടെ എങ്ങും അല്ല, ടോപ്പ് 5 ഉറപ്പായിട്ട് പോകാനുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. അമ്മാതിരി സൂപ്പർ ഇന്റർവ്യൂ ആയിരുന്ന സാധനം. ഇതിനകത്താണ് മെയിൻ കാര്യം വരുന്നത്. ഇതിനകത്താണ് പുതപ്പിനുള്ളിൽ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം എടുത്തിടുന്നുണ്ട്. അവിടെ ബിഗ് ബോസ് ഈ പറയുന്ന ഇവര് തന്നെ സമ്മതിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് സംഭവം ഉള്ളതാണ് എന്ന് സമ്മതിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്ത് അവള് കുലസ്ത്രീ എന്ന് ഇപ്പോഴും കുലസ്ത്രീ എന്നോ കുലമോളെന്നോ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നവരെടുത്ത് അവള് പറഞ്ഞത് കള്ളമാണ്, അവൾക്ക് ഇതാണ് പണി, അവൾക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, ഇത് കണക്കമാണ് കണ്ടന്റ് എന്ന് പറഞ്ഞവർക്ക് നിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്, നീ ഇത്രയും വയസ്സായിട്ട് കല്യാണം കഴിക്കാത്തത് കൊണ്ട് നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പുരോഗമനവാദങ്ങൾ പറഞ്ഞവർക്ക് ചുട്ട മറുപടിയാണിത്. മനസ്സിലായോ? അതായത് അവിടെ ഈ സംഭവം നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു. അത് പുറത്തിറങ്ങിയ പ്രവീൺ ആദ്യം സമ്മതിക്കുന്നു. ഈ പറയുന്ന അനുമോള് പറഞ്ഞത് ഒരു എക്സ്റ്റന്റ് വരെ ശരിയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ തകടം പറഞ്ഞുകൊണ്ട്, മലക്കം പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നു. പിന്നെ മലയാളികൾ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അത്ര മന്ദബുദ്ധികളല്ലാത്തത് കൊണ്ട് മലയാളികൾക്ക് മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലത്തെ ഇന്റർവ്യൂവിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അഭിലാഷുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതവർ ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുമല്ല, ടെലികാസ്റ്റ് ചെയ്തത് മാത്രമല്ല, അവർ സമ്മതിക്കുന്നു ആ വിഷയം. അതുമല്ല, ഇന്നലത്തെ നിങ്ങൾ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 വരെ കണ്ടു. ഇവര് തമ്മിൽ കിടക്കുന്ന സംഭവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നെവിൻ ഏച്ചി ഇങ്ങനെ തലയിൽ കഴിച്ചു വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇനി ആ ഇന്റർവ്യൂവിൽ എന്താണ് സത്യം പറഞ്ഞ അക്ഷരത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ അനുമോളെ കിടന്ന് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തില്ലേ, അവളെ കുലസ്ത്രീ എന്ന് വിളിച്ച് കളിയാക്കി കുറെ വേണ്ടല്ലോ. ചെറിയൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് തിരുത്തി പറ, നമുക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറ. മനസ്സിലായോ? ഞാൻ ഈ കിടന്ന് പറയുന്നത് എനിക്ക് അന്നേ അറിയാമായിരുന്നു, അവളത് പറയുന്നത് സത്യമാണ്. അതൊരു പൊട്ടിപ്പെണ്ണാണ്, കണ്ടത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറെ പേര് ന്യായീകരിച്ചു കൊണ്ടുവരും. അതായത് അവർ പ്രായപൂർത്തിയായവരല്ല, അവർക്ക് ചെയ്യണം, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു വരുന്നവരടുത്ത് അവർക്കത് ചെയ്യാമെങ്കിൽ അത് കണ്ടു എന്ന് പറയുന്ന ഒരു തെറ്റുമില്ല അവിടെ. ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് വിട്ടാൽ ഞാൻ കണ്ടു, അല്ല അവർ ചെയ്ത തെറ്റെന്നല്ല അവൾ പറഞ്ഞത്, ഞാൻ കണ്ടു. എന്നിട്ട് ഇത്രയും സമയം ലാലേട്ടൻ വരെ വന്ന് നാണമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ച ലാലേട്ടനാണ്. ഇപ്പൊ എന്ത് പറയുന്നു ലാലേട്ട? അതിന് നിങ്ങൾ മാപ്പുണ്ടോ? നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് ഒരു പശ്ചാത്താപം ഉണ്ടോ? ആ പെൺകുച്ച് പറഞ്ഞ സത്യം ആ പെൺകുച്ച് എല്ലാവരുടെ ഫ്രണ്ടിലും വെച്ച് എന്ത് ചെയ്തു? നാണം കെടുത്തി. മനസ്സിലായോ? നിങ്ങൾക്ക് നാണമുണ്ടോ എന്നുള്ള രീതിയിൽ ഇതുവരെയായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഫ്രണ്ടിൽ പോലും പറയാത്ത രീതിയിലാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന്. മനസ്സിലായോ? അപ്പോ ഇവൾക്കെതിരായിട്ട് ഇവള് കുലസ്ത്രീയാണ്, മറ്റതാണോ മറിച്ചതാണെന്ന് പറഞ്ഞ് പിന്നീട് നാണം കെടുത്തിയ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, കുറെ പേരുണ്ട്. ആരെന്ന് ഞാൻ പറയുന്നില്ല, കുറെ പേരുണ്ട്. അവർക്കൊക്കെ ചെറിയ ഉളുപ്പുണ്ടെങ്കിൽ
ഒരു ചെറിയ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ഇത് ഒന്ന് വിശദീകരണം പോയി നമുക്ക് തെറ്റുപറ്റി അവള് പറഞ്ഞതാണ് ശരി, ഇനിയെങ്കിലും അത് അംഗീകരിക്കുക. ഇത് ആരും എടുക്കുന്നില്ല, ഈ സാധനം ആരും എടുക്കുന്നില്ല, ഇതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ്. അന്ന് പ്രവീൺ വന്ന് പറഞ്ഞപ്പോഴും ആരും പറയുന്നില്ല. പ്രവീൺ വന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, അവിടെ ഈ അനുമോള് ചെയ്തത് ശരിയാണെന്ന് പ്രവീൺ പറഞ്ഞല്ലോ, അപ്പോഴും ആരും അനങ്ങുന്നില്ല. ഇപ്പോ ഈ ഒരു വിഷയവും ആരും എടുക്കുന്നില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അവരുടെ വാദം തെറ്റാണെന്ന് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായി? നമ്മളൊക്കെ പുരോഗമനവാദികളെന്ന് ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു സംഭവം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ അത് കണ്ടില്ല എന്ന് എല്ലാവരും ഒന്നിച്ച് പറയുന്നു. അതിനുശേഷം ഈ ഇൻസിഡന്റ് പലരും കാണുന്നു, പക്ഷെ അതിനൊരു ഒപ്പീനിയൻ ഇല്ലാതെ നിൽക്കുന്നു. അതിനെ റിലേറ്റ് എന്താ പറഞ്ഞത്? ഒരാൾ ഒരു കാര്യം കണ്ടു എന്ന് പറയുന്നു, എല്ലാവരും കൂടി ചേർന്ന് അത് കണ്ടില്ല എന്ന് പറയുന്നു. വ്യക്തമായിട്ട് കേൾക്കണം. ഒരാൾ ഒരു ഇൻസിഡന്റ് കണ്ടു എന്ന് പറയുന്നു, ആ ഇൻസിഡന്റ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും കൂടി ലാലേട്ട് ഉൾപ്പെടെ മൊത്തം പറയുന്നത് കണ്ടില്ല എന്ന് പറയുന്നു. അതേ കാര്യം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ പിറ്റേ ദിവസം കാണുന്നു. അതേ കാര്യം അനുമോൾ എന്താണോ പറഞ്ഞത് അതേ കാര്യം മറ്റുള്ളവർ പിറ്റേ ദിവസം കാണുന്നു. ആണോ? അപ്പോ ഈ പറയുന്ന ആങ്കർ പറയുന്നുണ്ട് എന്താണ്? അത് നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ ചർച്ച ചെയ്തതിൽ ഈ ഒരു വിഷയം നമ്മളെ കാണിച്ചില്ല. നമ്മളെ കാണിച്ചത് ഇവര് ലവ് ട്രാക്ക് ആണ് എന്നുള്ള വിഷയം മാത്രമേ കാണിച്ചുള്ളൂ. പുതപ്പിനടിയിൽ ഇവര് ചർച്ച ചെയ്തത് അവരവിടെ കട്ടാക്കി എന്ന് ഇതിന്റെ അർത്ഥം. ബാക്കി ഇത് ഒരുപാട് പേര് ഇപ്പോഴും സംസാരിക്കുന്നു. കണ്ടു എന്ന് പറയുന്ന പലരും ഡബിൾ സ്റ്റാൻഡ് നേരത്തെ പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ്, പേടിച്ചിട്ടാണോ, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? പലരും ഇതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. പലർക്കും പേടിയാണ് പറയാൻ വേണ്ടി. ഇതിനെ പേടി വരാൻ കാരണം ഈ പറയുന്ന അനുമോളെ എടുത്ത് വിരട്ടി കണ്ടില്ലേ? പേടിച്ചിട്ട് പലരും പറയാതായിട്ട് ഇരിക്കുന്നു. ബാക്കി ഓപ്പണായിട്ട് പറയുക എന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അല്ല, ഇത് പക്ഷെ സംഭവിക്കുന്നത് പോളിഷിംഗ് ആണ്. അപ്പൊ അങ്ങനെ എനിക്കറിയില്ല. മേ ബി അത് ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. മേ ബി അത് അവരുടെ ഗെയിം ആയിരിക്കാം. സമ്മതിക്കാത്തതും ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതും അവരുടെ ഗെയിം ആയിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാം. തലേ ദിവസം എപ്പിസോഡ് എന്താ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്ന് നോക്കും. അന്ന് പുതപ്പിനടി മനസ്സിലായോ? അവൻ പറഞ്ഞു ചിലപ്പോ ഇത് ഗെയിം ആയിരിക്കാം. ഇപ്പൊ വീണ്ടും ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ പിന്നീട് പറഞ്ഞു, അപ്പൊ പറഞ്ഞു തലേ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ചർച്ച ചെയ്തത്, അതിനകത്ത് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, പോയി കണ്ടാ മതി എന്ന് പറഞ്ഞു. ഇനി ആങ്കർ പറയുന്ന മറ്റേ കാര്യം, എന്ത് നടക്കുന്നു എന്നതിന് പ്രസക്തി ഇല്ല. പുതപ്പിന് മുകളിൽ അല്ലെങ്കിൽ പുതപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ എനിക്കും പറയാം. പുതപ്പിനടിയിൽ എന്ത് നടക്കുന്നു അതെന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും പുതപ്പിനടിയിൽ അവരെന്തോ ചെയ്യട്ടെ, അതെന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പുതപ്പ് മാറ്റി ചെയ്യുമ്പോഴാണ് അത് പബ്ലിക്കലി ചെയ്യുന്നതാവുന്നത്. ഇപ്പൊ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇനിയും പറയും. ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, പുതപ്പിനടിയിൽ ഇങ്ങനെയൊക്കെയാണ്. അവര് നാളെ ഇറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് വീണ്ടും പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനി എന്ത് പറയാൻ പറ്റും? കാണാത്തത് വിശ്വസിക്കില്ല. ഇത് നമുക്ക് ഇപ്പോഴും ഒരു എന്താ പറയാ പരസ്യമല്ലാത്ത ഇത് നമുക്ക് ഇപ്പൊ എന്താണ് പരസ്യമല്ലാത്ത രഹസ്യമായി സംഭവിക്കുന്നത്. ആങ്കർ ഇതിന്റെ അടുത്ത് പറയുന്നുണ്ട് പുതപ്പിനിടയിൽ കിടക്കുന്ന അവരുടെ പ്രൈവസി അല്ല, അവരുടെ പ്രൈവസി കാണിക്കാനുള്ള സ്ഥലമാണോ ഇത്? അവരുടെ പ്രൈവസി, ഇവിടെ പ്രൈവസി ഉണ്ടോ? ആങ്കറിന് തന്നെ തെറ്റി വലിയ വായിലെല്ലാം പറയൂല. ആങ്കർ ചോദിക്കുന്നത് ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം, അവിടെ ഒരു പ്രൈവസി ഇല്ല. ബിഗ് ബോസ് വീടിനകത്ത് ഒരു പ്രൈവസി ഇല്ല. പ്രൈവസി ഉണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പോകുമ്പോൾ ഒരു പ്രൈവസി, അത് ഡ്രസ്സ് ചെയ്യണത് അവക്കണത് മാത്രമേ വാഴിക്കണത് മാത്രമേ കാണിക്കാൻ, ബാക്കി ഒന്നിലും ഒരു പ്രൈവസി ഇല്ല. അപ്പോ അവിടെ അവർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അവിടെ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇത് മാത്രമല്ല മറ്റൊരു കേസും കൂടി ഇവർ പറയുന്നുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. അവിടെയാണ് എനിക്ക് ഏറ്റവും ഞാൻ അത് കേൾപ്പിക്കാം. ഓക്കെ, ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടു എന്ന് പറയുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കുത്തിരുന്ന് തപ്പുന്നു ഈ ഇൻസിഡന്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ അത് ഇല്ല എന്ന് പറയുന്നില്ല, നമ്മൾ കണ്ടില്ല. ബാക്കി നിങ്ങളിൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും കണ്ടില്ല. അല്ല, അന്നത്തെ ഇൻസിഡന്റ് റിലേറ്റ് ചെയ്ത് അന്നത്തെ ആരും ഈ പറയുന്ന ഞാൻ പോലും കണ്ടിട്ടില്ല. വിശ്വസിക്കാനും താല്പര്യമില്ല. അഥവാ വിശ്വസിച്ചത് അത് എന്റെ സബ്ജക്ട് അല്ല, അത് എന്റെ സബ്ജക്ട്. കേട്ടോ, നിങ്ങളിത് കേട്ടോ? അതായത് ഒരാൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറയുന്നു, നമ്മൾ നോക്കിയപ്പോ കണ്ടില്ല. ആങ്കർ പറയുന്നതാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ല. പക്ഷേ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇതെന്താണ് മനസ്സിലായില്ല? അവള് പറയുന്നത് കള്ളമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. വെരി ഗുഡ്. എന്നിട്ടാണോ നിങ്ങൾ ഈ ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്? ഒരു പെൺകുട്ടിയെ വിളിച്ചെണീപ്പിച്ച് നിർത്തി ഇത്രയും അപമാനിച്ചു വിട്ടത് കൊണ്ടാണ് ഈ പറയുന്ന പ്രേക്ഷകരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവള് മനഃപൂർവ്വം പറയുന്നതാണ്. അവളെ എന്തുമാത്രം നാണം കെടുത്തി നിങ്ങൾ. അതിനൊരു അപ്പോളജി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ അതങ്ങ് സമ്മതിക്കുകയാണ് അല്ലേ? ഇവിടെ അഭിലാഷ് പറയുന്നുണ്ട്
ഇപ്പൊ പുതപ്പിനടിയിൽ ഞാൻ ചോദിച്ചു പറയുകയാണ്, പുതപ്പിനടിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയും നാളെ അവൻ വന്നിട്ട് എന്ത് പറയുന്നു, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റാണ്. അതാണ് ഇവിടെ ഈ പറയുന്ന പുതപ്പിന് അടിയിൽ നമുക്ക് ക്യാമറ കൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. ക്യാമറ മേളിലല്ലേ ഇരിക്കുന്നത്, ക്യാമറ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സൈഡ് ചെരിഞ്ഞു കിടക്കുന്നവർക്ക് കണ്ടിട്ടുണ്ടാവാം. അപ്പൊ പുതപ്പിനടിയിൽ എന്തോ സംഭവിക്കട്ടെ, പുതപ്പിന് വെളിയിലും സംഭവിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് ഉടനീളം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരേ ഒരു കേസേ ഉള്ളൂ. ഈ ഒരു സംഭവം അനിമോള് പറഞ്ഞത് ശരി. ഇനിയും ന്യായീകരണം, ഇനിയും തെളിവ് വേണമെന്ന് പറയുന്നവരടുത്ത് എനിക്ക് ഒന്നുമേ പറയാനില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്താലും ഞാൻ എൻ്റെയോടാവുമ്പോഴേ തീരാറാകുമ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഉണ്ടാവും, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും, സപ്പോർട്ടൊക്കെ ചെയ്യും. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെ, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഈ സീസണിൽ എനിക്ക് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയും ഈ ഒരു വിഷയം, ഈ ഒരൊറ്റ വിഷയം, ഈ അനിമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തത് ഈ പറയുന്ന കുൽസിതം കണ്ടു, അവളെ കുലസ്ത്രീയാണ്, അവൾക്ക് അവളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടെടുത്ത ഒരു നെഗറ്റിവിറ്റിയാണ്. അത് ആ വീഡിയോ ഞാൻ കണ്ടപ്പോ എന്റെ സാമാന്യ ബുദ്ധിയിൽ തോന്നിയത് എന്താണ്, എന്റെ ചെറിയൊരു ബുദ്ധിയിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് അവിടെ അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ അന്നും വിശ്വസിച്ചു. ഇപ്പോ അതിനുശേഷം ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആയി. ഇപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി കഴിഞ്ഞു, അവിടെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവിടെയുള്ളവരെല്ലാം ഒളിഞ്ഞിട്ട് അഭിലാഷ് വന്ന് തുറന്നു പറയുകയില്ലേ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞോ. ആദ്യം ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ബാക്കി എല്ലാവരും ഒരുമിച്ച് നിന്ന് 100 പേര് കല്ലെറിയാണ്, നീ കണ്ടിട്ടില്ല, നീ കുലസ്ത്രീയാണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു. ആ പാവം ഒറ്റയ്ക്കായിപ്പോയി. ഒന്നും തെളിയിക്കാനോ ലാലേട്ടന്റെ ഫ്രണ്ടില് ഇല്ല ലാലേട്ടൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് പറഞ്ഞു. എന്തെല്ലാമോ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, അവള് കണ്ടില്ല എന്നല്ല പറയുന്നത്, നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. അതായത് അവർ പറഞ്ഞത് ക്യാമറ എങ്ങനെയാണല്ലോ, പുതപ്പിന്റെ അടിയിൽ അവർക്ക് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പൊ അഭിലാഷ് പറയുന്നു, ഇറങ്ങി വന്ന പ്രവീൺ പറയുന്നു, ഇതിനെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് ഈ പറയുന്ന ഈ നമ്മുടെ ആര്യന്റെയും ജിസേലിന്റെയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കിടപ്പ് മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും പുതപ്പിനടിയിൽ കാണിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് അനക്കമെങ്കിലും കാണട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പെൺകുട്ടിയെ, ഒരു മത്സരാർത്ഥിയെ ഇതുപോലെ എല്ലാരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും, പുറത്തും അകത്തും. അവള് ചെയ്തത്, ഇതിപ്പോ കള്ളമാണ് അവൾ ഇത് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഞാൻ 1% പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പൊ അത് അവളുടെ ആ ഒരു സ്റ്റാൻഡും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾ പറയുന്ന സത്യമാണ്. ആ സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ആ ഒരു സത്യത്തിന്റെ കൂടെ, ആ ഒരു സത്യം പറഞ്ഞ എന്ന ഒറ്റ പേരിൽ ഇവിടെയുള്ള പലരും അവളെ കുലസ്ത്രീയായിട്ട് മുദ്ര കുത്തിയപ്പോ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, അനിമോൾക്ക് ഇത് തന്നെ, അനിമോൾക്ക് സീൻ പിടുത്തമാണ് ജോലി. സ്വന്തം ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് വൃത്തിയായിട്ട് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? പുരോഗമനവാദം തേങ്ങയും മാങ്ങയൊക്കെ പറയുന്നവര് മനസ്സിലാക്കിക്കോ, സ്വന്തം ഫ്രണ്ടിലാണ് ഇത് കാണുന്നത്. അവർക്കത് കാണിക്കാമെങ്കിൽ ഇത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പൊതുസ്ഥലത്തിൽ നിന്നല്ല വേണ്ടാത്തരം കാണിക്കാനുള്ളത്, ഓരോന്നിനെ കാണിക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. ഇത് ഈ പറയുന്ന മുംബൈയും അല്ല, ഇത് പിന്നെ അമേരിക്കയും അല്ല, ഇത് പിന്നെ വേറെ ഒരു രാജ്യം, ഇത് കേരളമാണ്. മുംബൈയും കേരളവും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്, സംസ്കാരങ്ങൾ തമ്മിൽ. അപ്പൊ അതിന്റെ മാന്യത വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ അവർക്ക് പിന്നെ ഒരു പ്രായം കുറഞ്ഞ ഒരു പയ്യനും ഒരു 40 വയസ്സായ ഒരു കിളവിക്കും കെട്ടിക്കൂടാന്ന് നമ്മൾ ആരും പറയാം. അതൊക്കെ പുരോഗമനം നമ്മൾ കൂടെ തന്നെ നിൽക്കും. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് ഒന്ന് ചെയ്യുമ്പോഴാണ് പറയുന്നത് അവർ ചെയ്തതും പോരാ, അത് ചെയ്തു എന്ന് പറഞ്ഞവർക്കാണ് ഇപ്പൊ പ്രശ്നം. അവള് കുലസ്ത്രീയായി, മറ്റവരങ്ങ് മറ്റേ പുരോഗമനവാദികളായി. എന്തോന്നടേ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്റെ ദേഷ്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു പെൺകുച്ചിനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്തില്ലേ, അവൾ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞോ? അവളൊക്കെ കുലസ്ത്രീയാണെന്ന് പറഞ്ഞത് നമ്മളെ ആക്കിയില്ലേ? എന്തോ ആയിക്കോട്ടെ, അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശരി, നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞു. അവൾ പറഞ്ഞത് സത്യമാണ്, അവൾക്ക് അങ്ങനെ ഒരു സാധനം കണ്ടു എന്ന് പറയുന്നത് സത്യമാണെന്ന് എന്തെങ്കിലും അംഗീകരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒരു ചെറിയൊരു മനസാക്ഷി കുത്ത് ഉണ്ടാവോ ഈ പറഞ്ഞവർക്ക്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും സംസാരിക്കുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും അങ്ങ് പറഞ്ഞല്ലോ, എല്ലാരും ഇപ്പം പറയുന്നുണ്ടല്ലോ. ഈവൻ ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഏഷ്യാനെറ്റിന്റെ പറയുന്നല്ലോ, അവരുടെ ക്രൂ മെമ്പർ തന്നെ പറയുന്നത് എന്തിന് പരസ്യമല്ലാത്ത രഹസ്യം വന്ന്. അപ്പൊ ആ ഒരു രഹസ്യം ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? ആ രഹസ്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ഒരൊറ്റ എപ്പിസോഡ് ലാലേട്ടൻ വിളിച്ച് അവളെ ഇങ്ങനെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവളെ ഇത്രയും അവൾ താഴോട്ട് പോയത്, അവൾ മാനസികമായിട്ട് തകർന്നു പോയത് അതുകൊണ്ടാണ്. അത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ട് ഞാൻ കാണുന്ന പ്രേക്ഷകർ ഇത്രേ പറയുള്ളൂ, സത്യത്തിന്റെ കൂടെ നിൽക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? എന്നെയൊക്കെ എന്തൊക്കെ PR വിളിച്ചു, ഇതുവരെയൊക്കെ ഒരൊറ്റ മനുഷ്യരെ PR വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങാനും പോയിട്ടില്ല. അതുകൊണ്ട് ചങ്കുറപ്പോടെ എനിക്ക് പറയാറിയാം. മനസ്സിലായോ? അതിപ്പോ എല്ലാ കാലവും കേൾക്കുന്നത് തന്നെയാണ്.
ഈ സീസൺ തന്നെ 3-4 പേരെ PR എന്ന് പറഞ്ഞ് കേട്ടു. അപ്പൊ അവസാനം അനുമോള് വന്ന് നിൽക്കുന്നു. അനീഷിന്റെ PR എന്ന് പറഞ്ഞവരുമുണ്ട്. 2 അനീഷിന്റെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഷാനവാസിന്റെ PR എന്ന് പറഞ്ഞവരുമുണ്ട്. ഈ പറയുന്ന അപ്പാനിയുടെ PR എന്നാണ് തുടക്കം പറഞ്ഞു തുടങ്ങി എന്നെ. അപ്പൊ എനിക്ക് ഇത്രേ പറയുള്ളൂ, ആ ഒരു ഭാവം അതും കണ്ടത് ഒരു പൊട്ടിപ്പെണ്ണായിട്ട് കണ്ടത് വിളിച്ചു പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവിച്ചത്. അത് എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഇത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടു, അവർ തമ്മിൽ കിസ് ചെയ്യണം ഞാൻ കണ്ടു എന്നേ പറഞ്ഞോളൂ. അവനെല്ലാരും കൂടി ചേർന്നിട്ട് അതിന്റെ പുറത്ത് കയറി അവളെ കുലസ്ത്രീയാക്കി. അവളെ പ്രായത്തെ കുറ്റം. ഇപ്പൊ അനീഷിന്റെ പിന്നെ ഈ പറയുന്ന ആർമി പേജിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. അവളെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യണം. അത് കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത് മോശമല്ലേ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരു പെൺകുട്ടി ഇങ്ങനെ കിടന്ന് ക്രൂശിക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്രൂശിക്കുമ്പോൾ അവർക്കൊരു പുറത്തൊരു ജീവിതം ഉണ്ടേ. അവൾ ആ ഒരു ചിന്തയിലേക്ക് അവൾക്ക് മൂത്ത് കിടക്കുകയാണ്. 10, 32, 35 വയസ്സായി. 10, 30 വയസ്സ് കഴിഞ്ഞു. അവൾ കല്യാണം കഴിക്കാത്ത പ്രശ്നമാണ്. ആരെയും അവിടെ പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പോർട്രേ ചെയ്ത് കാണിക്കുകയാണ്. അതിന് എതിർഭാഗത്ത് നിൽക്കുന്ന അനീഷിന്റെ ഫാൻസുകാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇത്രേ പറയുന്നത്, ആര് കപ്പടിച്ചോ ഏത് കോപ്പടിച്ചോ എനിക്ക് ഇത്രേ തെളിയിക്കാനുണ്ടായിരുന്നു. അവള് കണ്ടതെന്ന് പറഞ്ഞത്, അവൾ കണ്ടു എന്ന് അവൾ വാദിച്ചത് സത്യമാണെന്ന് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുകയാണ്. അത് നിങ്ങൾ സമ്മതിക്കണം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സമ്മതിക്കണം. ബാക്കി എന്തോ നിങ്ങൾ ചെയ്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.